വിളയൂർ പഞ്ചായത്തിലെ LSS, USS, NMMS പരീക്ഷയിലെ വിജയികളെ അനുമോദിക്കലും IAS, AI റോബോട്ടിക്സ് കരിയർ ഗൈഡൻസ് ക്ലാസും നടന്നു. പ്രസിഡന്റ് നീലടി സുധാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിളയൂർ പഞ്ചായത്തിലെ LSS, USS, NMMS വിജയികൾക്ക് അനുമോദനവും IAS, AI റോബോട്ടിക്സ് കരിയർ ഗൈഡൻസ് ക്ലാസും നടന്നു. വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, ഇന്ന് പഴയ കാലങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി കുട്ടികളൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാവുന്ന തരത്തിലേക്ക് പോവുകയാണ്. നമ്മളറിയാതെ തന്നെ ഇന്നത്തെ ഏത് തലമുറയിലുള്ള കുട്ടികളായാലും ഏത് റേഞ്ചിലുള്ള കുട്ടികളായാലും സ്വയം പഠിക്കാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനുമുള്ള അവരുടെ ഒരു താല്പര്യം കൂടി വരുന്ന കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് അതിന് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ എല്ലാവരും അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നമ്മളെക്കാൾ കൂടുതൽ ഇന്നത്തെ ഈ തലമുറയേക്കാൾ കൂടുതൽ പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു ബോധമാണ്. അപ്പോൾ അവർക്ക് അനുയോജ്യമായ തരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ കാലികമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അതിന് വേണ്ടുന്ന സപ്പോർട്ട് നമുക്ക് നല്ല രീതിയിൽ കൊടുക്കണമെന്നും വിളയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു ഏകോപനം സാധ്യമാക്കുന്ന തരത്തിലേക്ക് വികാസ് എന്ന പേരിൽ നമ്മളൊരു പ്രൊജക്റ്റും നമ്മൾ ആരംഭിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് മുബഷിറ സാബിർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ MT അമീർ, ചൈതന്യ സുധീർ, ഹുസൈൻ കണ്ടേൻകാവ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇസ്മായിൽ വിളയൂർ, ബ്ലോക്ക് മെമ്പർ മുസ്തഫ, സെക്രട്ടറി ശ്രീലേഖ, ഗ്രാമപഞ്ചായത്ത് അംഗം ബേബി ഗിരിജ, മറ്റു മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. തുടർന്ന് ഇൻസ്പൈറോ എഡ്യൂടെക്കിന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് നടന്നു. മൊബൈൽ ഫോണുകളുടെയും ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുടെയും മാസ് കളക്ഷനുമായി ഗൾഫോണിന്റെ 7ാമത്തെ ഷോറൂം വളാഞ്ചേരിയിലും, ഗൾഫോൺ കോഴിക്കോട് റോഡ് നിയർ വിശാൽ മാർട്ട് വളാഞ്ചേരി.